ഹലോ ഗൈസ്, ഈ മനോഹരമായ സ്ഥലത്തെപ്പറ്റി നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ഇതാണ് മുത്തുമാരി മല. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് മുത്തുമാരി മലയിലേക്കാണ്. ഞങ്ങൾ യാത്ര തുടങ്ങിയത് തൃശ്ശിലേരിയിൽ നിന്നും. കുറേ ദൂരം നമുക്കിതുപോലെ ടാറിട്ട വഴികൾ കിട്ടും. രണ്ട് വശത്തും കൃഷി സ്ഥലങ്ങളും ജനവാസ മേഖലയും ഒക്കെ തന്നെയാണ്. ഈ സ്ഥലത്തെപ്പറ്റി അധികം ആർക്കും അറിയാത്തതിൻ്റെ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. രണ്ടാമത്തേത്, ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരിലേക്ക് ഈ സ്ഥലം ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. അങ്ങനെ ടാറിട്ട വഴി പിന്നിട്ട് നമ്മളിപ്പോൾ ഇതാ ഒരു മൺവഴിയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ മല കയറാൻ വേണ്ടി തുടങ്ങും. ഇവിടെയും രണ്ട് വശങ്ങളിലും കാപ്പിത്തോട്ടവും ഓറഞ്ചും ബാക്കി എല്ലാ ഫലവൃക്ഷങ്ങളുമാണ്. ഇവിടെ മുതൽ നമുക്ക് ചെറിയൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് കിട്ടും. പ്രത്യേകം എനിക്കൊരു കാര്യം പറയാനുള്ളത്, 4 വീൽ ജീപ്പുമായിട്ടല്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും 4 വീൽ വണ്ടികളുമായിട്ടല്ലാതെ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ശ്രമിക്കരുത്. നല്ല ഡിഫിക്കൽറ്റിയാണ് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. മുകളിലേക്ക് കയറാൻ പറ്റണമെന്ന് തന്നെ ഇല്ല. കുറച്ചുകൂടെ മുമ്പോട്ട് എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഒരു വീൽ ബേസ് കിട്ടും. ഇവിടുന്ന് മുകളിലേക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ഒരു റിസോർട്ട് ഗ്രൂപ്പിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അത് വർക്കൗട്ടായില്ല, അതുകൊണ്ട് കാട് പിടിച്ചിങ്ങനെ മൂടിക്കിടക്കുന്നു. അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഇടയ്ക്ക് 1-2 ബൈക്കിൽ കുറച്ച് വിദ്വാന്മാരൊക്കെ വന്നിരുന്നു. നല്ല ബുദ്ധിമുട്ടിയാണ് കയറിയതും ഇറങ്ങിപ്പോയത് എങ്ങനെയാണെന്ന് ഞങ്ങൾ കണ്ടില്ല. എന്തായാലും ഇത്തരം സാഹസിക കാര്യങ്ങൾക്കൊന്നും പറ്റിയൊരു സ്ഥലമല്ല ഇത്. പിന്നെ പ്രത്യേകിച്ച് വേറൊരു കാര്യം കൂടി പറയട്ടെ, ഇത് സ്ഥലം കാണാൻ വരുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇവിടെ വേറെ ഒരു പരിപാടിയും, സ്റ്റഫടിയോ കള്ളുകൂടിയോ ബാക്കി അനാവശ്യമായ ഒരു പരിപാടിയും നടത്താൻ വേണ്ടി ഇങ്ങോട്ടേക്ക് ആരും വരരുത്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ആരെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. അതുകൊണ്ട് വരിക, കാണുക, സന്തോഷമായിട്ട് തിരിച്ചു പോവുക. ഇത് ആ കാണുന്ന മലയുടെ മുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. വളരെ ശ്രദ്ധിച്ചു വേണം നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഏത് സമയവും ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ഫോറസ്റ്റിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് വളരെ സൂക്ഷിച്ചേ നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി പാടുള്ളൂ. എന്തായാലും വണ്ടി പോകുന്നതിൻ്റെ മാക്സിമം വരെ ഞങ്ങൾ വണ്ടി കയറ്റിക്കൊണ്ട് പോയി. അതിനുശേഷം ഒരു സൈഡിൽ വണ്ടി ഒതുക്കിയിട്ടിട്ട് ഞങ്ങളൊന്ന് മുന്നോട്ടേക്ക് നടന്നു നോക്കാൻ തീരുമാനിച്ചു. മുന്നോട്ടേക്കുള്ള വഴി എത്രത്തോളം നല്ലതാണെന്നോ അതോ മുകളിൽ പോയ പാർക്കിങ്ങിനോ തിരിക്കാനോ സ്ഥലമുണ്ടോ എന്ന് അറിയാത്തത് കൊണ്ട് ഞങ്ങളൊന്ന് നടന്നിട്ട് ബാക്കി ദൂരം വണ്ടി കയറ്റാമെന്ന് വിചാരിച്ചു. ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ പണ്ടത്തെ ഒരുപാട് വഴക്കമൊന്നുമില്ല. ഒരു റിസോർട്ട് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതാണ്. എത്രയോ കോടി ഇവിടെ കിടന്ന് നശിച്ചു പോകുന്നു. ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പഞ്ചായത്തിൻ്റെ ഒന്നും പെർമിഷൻ കിട്ടാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലമാണിത്. മണ്ണിടിച്ചിലിന് സാധ്യത ഉള്ളതുകൊണ്ട് പെർമിഷൻ കിട്ടാതായി. അതുകൊണ്ട് ഇങ്ങനെ കിടന്ന് നശിക്കുന്നു. നമ്മളീ പോകുന്ന ഓരോ സ്ഥലവും വളരെ ശ്രദ്ധിച്ച് മാത്രമേ നമുക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഇത്രയും പുല്ല് വളർന്ന് നിൽക്കുന്നതുകൊണ്ട് ഏതെങ്കിലും മൃഗങ്ങൾ നിന്നാൽ പോലും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അങ്ങ് താഴെയാണ് നമ്മൾ ജീപ്പ് പാർക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇവിടെ വരെ വണ്ടി വരുമെന്നും പാർക്ക് ചെയ്യുമെന്നും മനസ്സിലായപ്പോൾ ശ്രീകാന്ത് നേരെ വണ്ടി എടുക്കാൻ താഴെ പോയി. ആ സമയം കൊണ്ട് ഞങ്ങൾ എന്തായാലും ഒന്ന് ഡ്രോൺ പറത്തി ആ കാഴ്ചകളൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാനും പിന്നെ മുകളിലോ സൈഡിലോ കാണാൻ വല്ല ആനയോ പുലിയോ കടുവയോ ഉണ്ടോ എന്നുള്ള ഒരു നോട്ടം കൂടി ആവുമല്ലോ. അങ്ങനെ എന്തായാലും കംപ്ലീറ്റ് ഒന്ന് വാച്ച് ചെയ്ത് സേഫ്റ്റി ഉറപ്പ് വരുത്തിയിട്ട് മേലേക്ക് കയറാനാണ് ഞങ്ങളെല്ലാവരുടെയും ഒരു തീരുമാനം. ഏകദേശം ഈ ഒരു ഏരിയയിൽ വെച്ചാണ് തോന്നുന്നു കഴിഞ്ഞ തവണ ഇവർ വന്ന സമയത്ത് ആനയെ കണ്ടത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇനി ഇങ്ങോട്ട് വരുന്നവരായിക്കഴിഞ്ഞാലും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് മാത്രമേ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പാടുള്ളൂ. ഒരിക്കലും സന്ധ്യ കഴിഞ്ഞോ അല്ലെങ്കിൽ വൈകിട്ട് ലേറ്റായിട്ടോ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി നിൽക്കരുത്. ഒട്ടും സേഫ് അല്ല. ഡ്രോൺ വഴിയുള്ള മുത്തുമാരി മലയുടെ ഒരു കാഴ്ച അതിമനോഹരമായൊരു കാഴ്ചയാണ്. ഇത് വേനൽക്കാലം ആയതുകൊണ്ട് ഒരു ചെമ്പിച്ച ഒരു നിറമാണ്, ഒരു സ്വർണ്ണ നിറം പോലെയൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. മഴക്കാലത്തോ അല്ലെങ്കിൽ മഴ കഴിഞ്ഞുള്ള സമയത്താണെങ്കിൽ ഇത് മുഴുവൻ പച്ചപ്പ് ആയിട്ട് എന്ത് ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ആ കാണുന്ന മലയുടെ മുകളിൽ ഭാഗത്താണ് ഫോറസ്റ്റ് ഉള്ളത്. അതുവരെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതുവരെ നമുക്ക് പോകാം. അതിന് മേലേക്ക് ഫോറസ്റ്റിലേക്ക് പോകാനുള്ള പെർമിഷൻ നമുക്കില്ല. അതുകൊണ്ട് അങ്ങോട്ടൊന്നും അതിക്രമിച്ച് കയറിയിട്ട് വെറുതെ പ്രശ്നത്തിലൊന്നും പോയി ചാടരുത് ആരും. ഈ താഴെ ഭാഗത്തൊക്കെ കുറേ കൺസ്ട്രക്ഷൻസ് ഒക്കെ കാണാം. എന്തെങ്കിലും ഫാം ഹൗസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും. കൃഷിയല്ലാതെ ഇവിടെ വേറെ
കൊമേഴ്ഷ്യലായിട്ടുള്ള ഒരു കാര്യങ്ങൾക്കും പെർമിഷൻ കിട്ടാനുള്ള സാധ്യതയില്ല. എന്തായാലും മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് ഡ്രോണൊക്കെ ഒന്ന് പറത്തി ഞങ്ങൾ സേഫ്റ്റി ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ചതിന് ശേഷം പതുക്കെ മുകളിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം തൃശ്ശിലേരിയുടെയും കാട്ടിക്കുളത്തിൻ്റെയും തിരുനെല്ലിയുടെ ഒക്കെ ഏകദേശം കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. കൃത്യമായിട്ട് ഏതൊക്കെ സൈഡാണെന്ന് പറഞ്ഞുതരാൻ എനിക്കറിയില്ല. എന്നാലും ഈ അത്ര ഉയരത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഒരുവിധം കാണാൻ വേണ്ടി പറ്റും. എത്ര കോടി രൂപയുടെ മുതലാണ് ഈ കിടന്ന് നശിക്കുന്നത്. ഏകദേശം ഒരു 15ഓളം വില്ലകൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ആ മലഞ്ചെരുവിൽ മൊത്തത്തിൽ. ഇതൊക്കെ ഒരു സക്സസ്ഫുൾ വെഞ്ചർ ആയിരുന്നെങ്കിൽ നല്ല 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 ടൂറിസത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അസറ്റായിട്ട് ഇത് മാറിയേനെ. പക്ഷെ എന്തുകൊണ്ടോ അത് നടന്നില്ല. എന്തൊക്കെയാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഞങ്ങൾ പതുക്കെ മലകയറ്റം തുടങ്ങി. കയറി തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മനസ്സിലായത്. ചെങ്കുത്തായ കയറ്റമാണ്. തുടങ്ങിയപ്പോൾ ആവേശമൊന്നും കുറച്ച് കഴിഞ്ഞപ്പം ആർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഇവിടെ വരെ വന്നല്ലേ, 1, 2, 3 ഒക്കെ കൽപ്പിച്ച് അങ്ങ് കയറാൻ വേണ്ടി തീരുമാനിച്ചു. മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വളരെ കഷ്ടപ്പെട്ട് കയറി തുടങ്ങി. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഞങ്ങൾ ഡ്രോൺ വെച്ച് കംപ്ലീറ്റ് ചുറ്റുവട്ടമൊക്കെ ഒന്ന് നിരീക്ഷിച്ചതിന് ശേഷമാണ് കയറി പൂർത്തിയാക്കിയത്. മുകളിലേക്ക് കയറാൻ പ്രത്യേകിച്ച് വഴികളും കാര്യങ്ങളും ഒന്നുമില്ല. ആന നടന്ന് പോയ വഴികളിലൂടെയാണ് നമ്മളീ പോകുന്നത്. ശരിക്കും കാട്ടിലെ വഴി ഉണ്ടാക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ ആനയാണ്. നമുക്കിതിൻ്റെ മുകളിലത്തെ കാഴ്ചയിൽ നിന്ന് ശരിക്കും കാണാം ഇങ്ങനെ ഓരോ ചാലുകൾ ഇങ്ങനെ മലയുടെ മുകളിൽ. ഇതൊക്കെ ആനകളും മറ്റു മൃഗങ്ങളും നടന്നിട്ടുണ്ടായ വഴിയാണ്. നമ്മളത് ഫോളോ ചെയ്ത് മുകളിലേക്ക് കയറി പോകുന്നതേ ഉള്ളൂ. ഏകദേശം ഞങ്ങളൊരു 3/4 ഭാഗത്തോളം കയറി കഴിഞ്ഞു ഇവിടുന്ന്. ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടെ കയറിയാൽ മുകളിലെത്തും. ഇനിയുള്ള കയറ്റമാണ് ഏറ്റവും കഠിനം. ഇതാണ് മുത്തുമാരി മല. ആനയൊക്കെ ഇഷ്ടം പോലെയുള്ള സ്ഥലമാണ് അല്ലേ? ആ, ഏത് നിമിഷവും എപ്പോഴും ആന വരാൻ. എടാ ഇതിലെ വഴിയുണ്ടോ? എടാ എന്തിൻ്റെയൊക്കെയോ കാഷ്ടമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവസാനം മുത്തുമാരി മലയുടെ മുകളിലെത്തി. മുകളിൽ നിന്നുള്ള കാഴ്ച കിടിലൻ എന്ന് പറഞ്ഞാൽ പോലെ കിടിലനാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരമാണ് നമ്മൾ വരേണ്ടത് സൂര്യാസ്തമയം കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ആനയുടെ മുമ്പിൽ പെടുന്ന ഉറപ്പുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള സമയത്ത് വന്നിട്ട് വെയിൽ കൊണ്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. വെയിലാണെങ്കിലും ചൂടാണെങ്കിലും ഒന്നും പ്രശ്നമില്ല. ഈ മുകളിൽ എത്തിക്കഴിയുമ്പം ഈ കാഴ്ച കണ്ടു കഴിയുമ്പം നമ്മുടെ മനസ്സ് ശരിക്കും സന്തോഷമാണെന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ മലയുടെ മുകളിലായതുകൊണ്ട് നമുക്ക് ഭീകരമായ ചൂടൊന്നും അനുഭവപ്പെടില്ല. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും മുകളിലെത്തുമ്പോൾ നമ്മൾ കയറിയ ക്ഷീണമൊക്കെ മറക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതാണ് മുത്തുമാരി മല. എൻ്റെ അമ്മച്ചി
അങ്ങനെ എന്തായാലും കുറച്ച് സമയമൊക്കെ അവിടെ ചിലവഴിച്ച് ഞങ്ങൾ പതുക്കെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. കയറിയ വഴി കൂടെ താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന് അത് കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് കുറച്ച് മുമ്പോട്ട് നടന്ന് വേറൊരു ചരിവിൽ കൂടെയാണ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയത്. വഴി കണ്ടുപിടിച്ച് ഇറങ്ങേണ്ടതായതുകൊണ്ട് പതുക്കെ സമയമെടുത്താണ് ഞങ്ങൾ ഇറങ്ങിയത്. എന്തായാലും മൃഗങ്ങളുടെ സാന്നിധ്യമൊന്നും ഇല്ലയെന്ന് ഞങ്ങൾ ഉറപ്പ് വരുത്തിയായിരുന്നല്ലോ ഡ്രോൺ നോക്കിക്കൊണ്ട്. അതുകൊണ്ട് പതുക്കെയാണ് താഴേക്ക് ഇറങ്ങിയത്. എന്തായാലും വയനാട്ടിൽ ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. സുരക്ഷിതമായി വന്ന് കാണാൻ താല്പര്യമുള്ളവർ, സ്ഥലം കാണാൻ മാത്രം വരുന്നവർ തീർച്ചയായിട്ടും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് മുത്തുമാരി മല. ഒരു തരത്തിലും നിങ്ങൾ സന്ധ്യയ്ക്ക് ശേഷമോ രാത്രിയോ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ശ്രമിക്കരുത്. ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു 4, 4:30, 5 മണിയാകുമ്പോഴത്തേക്ക് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിവിടുന്ന് സുരക്ഷിതമായിട്ട് നമുക്ക് ഇറങ്ങാം. പക്ഷേ നിങ്ങൾ ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും വന്യമൃഗങ്ങളുടെ സാന്നിധ്യമില്ല എന്ന് ഉറപ്പുവരുത്തണം. അഥവാ എന്തെങ്കിലും മുന്നറിയിപ്പ് താഴേന്ന് കിട്ടുകയാണെങ്കിൽ ഒരു തരത്തിലും റിസ്ക് എടുത്ത് കയറാൻ വേണ്ടി നിൽക്കരുത്. അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. ഏതൊക്കെ സ്ഥലത്ത് നമ്മൾ പോയി കഴിഞ്ഞാലും നമ്മുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം. പിന്നെ മുന്നേ പറഞ്ഞ കണക്ക് 4 വീൽ ഡ്രൈവ് ജീപ്പ് ഉണ്ടെങ്കിൽ മാത്രം കയറാൻ വേണ്ടി ശ്രമിക്കുക. ബൈക്കുമായിട്ടൊക്കെ കയറുന്നത് വളരെ റിസ്ക്കിയാണ്. അത്രയും എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ദയവേത് ഇങ്ങോട്ടേക്ക് ബൈക്കൊന്നും എടുത്ത് വരാൻ വേണ്ടി നിൽക്കരുത്. ഇത് സ്റ്റഫ് അടിക്കാനും കള്ളു കുടിക്കാനും ബാക്കിയുള്ള പരിപാടികൾക്കൊന്നും ഉള്ളൊരു സ്ഥലമല്ല. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പിടിച്ചു കഴിഞ്ഞാൽ പണി പാളും. രണ്ടാമത്തെ കാര്യം, ഇനിയും കാണണമെന്ന് ആഗ്രഹിച്ച് വരുന്ന ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും നല്ലൊരു സ്ഥലം ഞങ്ങൾ കണ്ടു, നിങ്ങളെയും കാണിച്ചു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ദേ വണ്ടി വന്നിട്ടുണ്ട്, ഞാനും കൂടെ കയറട്ടെ. ബൈ.